വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം പൂർണ്ണമാകൂ എന്നും അതിനായി രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന് ലഭിച്ച 3 അമൃത് ഭാരത് അടക്കം 4 ട്രെയിനുകളുടെ ഫ്ളാഗ് കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ രാജേന്ദ്ര അർലേക്കർ എന്നിവർ എത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോ ആയിട്ടാണ് പ്രധാനമന്ത്രി റെയിൽവേയുടെ പരിപാടിയിലേക്ക് എത്തിയത്. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണ്. നഗരത്തിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്കായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ നഗരങ്ങളിലെ ദരിദ്ര കുടുംബങ്ങൾക്കും ആവാസ് യോജന വഴി വീട് കിട്ടിയെന്നും മോദി പറഞ്ഞു. മുമ്പ് ധനികരുടെ കൈകളിൽ മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തെരുവ് കച്ചവടക്കാരുടെ കൈകളിലും ക്രെഡിറ്റ് കാർഡ് എത്തി. കേരളത്തിൽ ഗുണഭോക്താക്കളായി 10,000 പേരുണ്ടെന്നും തിരുവനന്തപുരത്ത് 600-ലധികം പേരുണ്ടെന്നും മോദി പറഞ്ഞു. PM സ്വാനിധി പദ്ധതിയിലേക്ക് കേരളത്തെയും ഉൾപ്പെടുത്തും. ഇത് തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീർത്ഥാടകർക്ക് സഹായകരമാകും. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾ BJP യോഗത്തിലെ പ്രസംഗത്തിനായി തന്നെ കാത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു. അതേസമയം BJP വേദിയിൽ വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്. തന്റെ പഴയ സുഹൃത്താണ് VV രാജേഷ് എന്ന് മോദി പ്രസംഗത്തിനിടെ പറഞ്ഞു. വേദിയിൽ നിരവധി പദ്ധതികൾക്ക് തറക്കല്ലിട്ടുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയത്. ശ്രീ ചിത്രയിൽ റേഡിയോ ചികിത്സാ സെന്ററിനെ തറക്കല്ലിട്ടു. അതേസമയം കേരളത്തിനുള്ള കൂടുതൽ പദ്ധതികൾ BJP വേദിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞു.